ഇന്ന് റബി ഉൽ അവൽ 12. ലോകമാകെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിക്കുന്ന നബിദിനം. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം അഥവാ മിലാദു ഉൻ നബി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. ഹിജ്റ കലണ്ടർ പ്രകാരം റബി ഉൽ അവൽ 12 സുബഹിയോടടുത്ത സമയത്താണ് പ്രവാചകന്റെ ജനനം. മസ്ജിദുകളിലും മദ്രസകളിലും പ്രവാചക കീർത്തനങ്ങൾ, പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രവാചകന്റെ ജീവചരിത്രത്തെക്കുറിച്ചും അധ്യാപനങ്ങളെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചും മസ്ജിദുകൾ ദീപാലങ്കൃതമാക്കിയും ഈ മാസത്തോട് ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്. ഇന്നേ ദിവസം പുലർച്ചെ പള്ളികളിൽ പ്രത്യേക മൗലീദുകളും പ്രാർത്ഥനകളും നടത്താറുണ്ട്. തെരുവുകളിലൂടെ കുട്ടികളും മുതിർന്നവരും പങ്കെടുക്കുന്ന മനോഹരമായ മീലാദ് റാലികളും റാലിക്ക് അകമ്പടിയായി ഇസ്ലാമിക കലാപരിപാടികളും അരങ്ങേറുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നബിദിനത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രവാചകന്റെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ പകർത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശംസകൾ അറിയിക്കാറുണ്ട്. മനസ്സുകളിൽ നന്മയും സാഹോദര്യവും വളർത്താനും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും നബിദിനാഘോഷങ്ങൾ പ്രചോദനമാകുന്നു. മന്നലാകുന്ന് പള്ളിയിൽ പുലർച്ചെ 4 മണിക്ക് മഹല്ല് ഖത്തീബ് മൻസൂർ അലി ദാരിമിയുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സുണ്ടായി. വിശ്വാസികളായ മഹല്ല് നിവാസികൾ പങ്കെടുത്തു. തുടർന്ന് വിവിധ മദ്രസകളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും അരങ്ങേറി. മഴ നബിദിന റാലിക്ക് മാറ്റുകുറച്ചെങ്കിലും മദ്രസ കുരുന്നുകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഫ്ലവർ ഷോ, ദഫ്മുട്ട്, സ്കൗട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെ ആയിരുന്നു നബിദിന റാലി നടത്തിയത്. വിവിധ മദ്രസകളിലെ അധ്യാപകരും മഹല്ല് ഖത്തീബുമാരും നബിദിന സന്ദേശങ്ങൾ നൽകി. ലോകത്ത് സമാധാനവും ശാന്തിയും ആവശ്യമായ സന്ദർഭത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും ശാന്തിദൂതന്മാർ ദൈവനിയോഗം നടത്തുന്ന ഇന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അല്ലാഹു നിയോഗിച്ചത്. അവിടെ നിന്ന് നൽകിയ സന്ദേശവും അവിടെ നിന്ന് നൽകിയ ആ ഉപദേശങ്ങളും ഇന്നും ലോകത്ത് വളരെ ആവശ്യമായ ഒന്നായി നിലനിൽക്കുകയാണ്. ആ സന്ദേശം ലോകത്ത് മുഴുവനും എത്തുകയും അതുവഴി എല്ലാ മനുഷ്യർക്കും നന്മ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രവാചകന്റെ തിരുജനനം ആഘോഷിച്ച് വിശ്വാസികൾ. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്. അകലാട് ഖാദിരിയ മസ്ജിദ് കമ്മിറ്റിയും അൽമദ്രസത്തുൽ ഖാദിരിയ നബിദിനാഘോഷ കമ്മിറ്റിയും ചേർന്ന് മൗലിദ് പാരായണവും അന്നദാനവും നടത്തി. ഷൗക്കുൽ ഹബീബ് കരുണയാണ് തിരുനബി എന്ന ശീർഷകത്തിലാണ് പരിപാടികൾ നടത്തിയത്. മസ്ജിദിൽ സുബഹി നമസ്കാരത്തിന് മുമ്പ് മൗലിദ് പാരായണവും ദുആ മജ്ലിസും ഉണ്ടായി. മസ്ജിദ് ഖത്തീബും മദ്രസ സദറുമായ ജാബിർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് മഹല്ല് നിവാസികൾക്കായി ഭക്ഷണ വിതരണവുമുണ്ടായി. കമ്മിറ്റി ഭാരവാഹികളായ സി അഷ്റഫ്, നൌഫൽ വലിയകത്ത്, ടി വി അബ്ദുൾ റഷീദ്, അബ്ദുൾ കരീം, കെ വി ഹസൻ, ബക്കർ ഹാജി, ആർ വി അലി, കെ സി ഹംസക്കുട്ടി, ഹസൻ ഹാജി, സി സലീം തുടങ്ങി മദ്രസ കമ്മിറ്റി ഭാരവാഹികളും മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ചമ്മന്നൂർ മഹൽ ജമാഅത്ത് കമ്മിറ്റിയും സ്വാഗത സംഘം കമ്മിറ്റിയും സംയുക്തമായി നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നബിദിന റാലിയും സംഘടിപ്പിച്ചു. പുലർച്ചെ സുബഹി നമസ്കാരത്തിന് മുൻപ് മഹല്ല് ഖത്തീബ് ഡോക്ടർ കബീർ അൻവരിയുടെ നേതൃത്വത്തിൽ മൻഖൂസ് മൗലീദ് ഉണ്ടായിരുന്നു. തുടർന്ന് മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൾ ഗഫൂർ പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും റാലിയും നടന്നു. ജാതിമത വ്യത്യാസമില്ലാതെ 2000-ഓളം വീടുകളിൽ അന്നദാനം നൽകി. എടക്കര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയും ഷറഫുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംയുക്തമായി നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മൗലീദ് പാരായണവും അന്നദാനവും നടത്തി. സുബഹി നമസ്കാരത്തിന് മുമ്പ് പുലർച്ചെ 4 മണിക്ക് പള്ളിയിൽ നടത്തിയ മൗലീദ് പാരായണത്തിന് മസ്ജിദ് ഖത്തീബ് അബൂബക്കർ ലത്തീഫി നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രാവിലെ 7 മണിക്ക് മദ്രസാങ്കണത്തിൽ പ്രസിഡന്റ് എം കെ ജലീൽ പതാക ഉയർത്തി. കുട്ടികളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും ഉണ്ടായി. ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ തുടങ്ങിയവയും ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് നടത്തിയ അന്നദാനത്തിൽ മഹല്ല് ഖത്തീബ് ആദ്യ ഭക്ഷണ കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനു മുന്നോടിയായി തിങ്കളാഴ്ച വൈകിട്ട് മാംസക്കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന നബിദിനാഘോഷം കുട്ടികളുടെ മത്സര പരിപാടികളോടെ സമാപിക്കും. അഷ്റഫ് വലിയകത്ത്, കുഞ്ഞുമോൻ ചോലയിൽ, ഇ കുഞ്ഞു മുഹമ്മദ്, എം കെ അസീസ്, ഷിഹാബ് എടക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊന്നേർകുളം പാപ്പാളി റിഫാഇ മസ്ജിദ് കമ്മിറ്റിയുടെ കീഴിൽ നൂറുദ്ദീൻ മദ്രസ, ജൗഹരിയ മദ്രസ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. രാവിലെ പള്ളിയിൽ മൗലീദ് പാരായണമുണ്ടായിരുന്നു.
ഉസ്താദ് അഷ്റഫ് മൗലവി നേതൃത്വം നൽകി. തുടർന്ന് മദ്രസകളിൽ നബിദിന ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി പതാക ഉയർത്തി. അഷ്റഫ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഘോഷയാത്രയിൽ ഫ്ലവർ ഷോ, പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ ദഫ്മുട്ട് എന്നിവയുണ്ടായി. സഹോദര സമുദായാംഗം രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ദഫ്മുട്ട് നടത്തിയതെന്നതും കൗതുകമായി. പരിപാടികൾക്ക് MM ഹനീഫ, യഹിയ മന്നലാങ്കുന്ന്, ഫവാസ്, ആസിഫ്, അബൂബക്കർ, മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധയിടങ്ങളിൽ സാംസ്കാരിക സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ മധുരപാനീയങ്ങൾ വിതരണം ചെയ്തിരുന്നു. പുന്നയൂർ നോർത്ത് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും പിലാക്കാട്ട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും സംയുക്തമായി നബിദിനാഘോഷം നടത്തി. പുലർച്ചെ 4 മണിക്ക് മസ്ജിദിൽ പ്രഭാത മൗലീദ് പാരായണവും ചീരണി വിതരണവും ഉണ്ടായിരുന്നു. മൗലീദ് പാരായണത്തിന് മഹല്ല് ഖത്തീബും മുദ്രിസുമായ ശിഹാബുദ്ദീൻ അസ്ഹരി അൽ അർഷദി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് ഹനീഫ ഹാജി പതാക ഉയർത്തി. മദ്രസ സദർ താജുദ്ദീൻ നിസാമി പ്രാർത്ഥന നടത്തി. കുട്ടികളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും ഉണ്ടായി. പ്രോഗ്രാം കോർഡിനേറ്റർ ജമാൽ മുക്കണ്ടത്ത്, കൺവീനർ അബ്ദുൾ ജലീൽ വാഹ്ബി, മുബഷീർ അലി സദി, അബൂബക്കർ സദി, മുഹമ്മദ് കുട്ടി, കമാൽ തടത്തിൽ, മുഹമ്മദ് കുട്ടി ചാലിൽ, വി റിയാസ്, ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടിപ്പുഴ മസ്ജിദുൽ റഹ്മ കമ്മിറ്റിയും റഹ്മത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംയുക്തമായി മസ്ജിദ് ഇമാമും മദ്രസ സദർ ഉസ്താദുമായ ഷാക്കിർ ഫൈസി മൂർഖനാടിന്റെയും ഗഫൂർ മാസ്റ്ററുടെയും ഹാഫിൽ AP നൂറുദ്ദീന്റെയും നേതൃത്വത്തിൽ നബിദിനാഘോഷം നടത്തി. മൗലീദ് പാരായണം, തുടർന്ന് പതാക ഉയർത്തി. സദർ ഉസ്താദ് ഷാക്കിർ ഫൈസി പ്രാർത്ഥന നടത്തി. നബിദിന റാലിയിൽ മദ്രസ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. അന്നദാനവും ഉണ്ടായിരുന്നു. സാസ്ക് വെട്ടിപ്പുഴ ക്ലബിന്റെ നേതൃത്വത്തിൽ ഐസ്ക്രീം വിതരണം ചെയ്തു. PC കബീർ, MK ഉമ്മർ, കബീർ വാവുമ്മൽ, ഉസ്മാൻ മുക്കണ്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.